ലക്ഷദ്വീപിന്റെ തുളലയുമായിട്ട് നിൽക്കുന്നത് ഫിറോസ് നദീർ ഫ്രം ലക്ഷദ്വീപ്. എന്താന്ന് പറഞ്ഞെടുക്ക്. തുളലെന്ന് പറഞ്ഞാൽ എന്താ? കരിക്കാണ് ഗൈസ്. ഇവിടെ തുളലെന്നാണ് പറയാ. ഇത് ഇന്നലെ ഉവ്വ കുറെ തുളല ഇടിപ്പിച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വാഴയുടെ ചോട്ടിൽ. ഞാൻ കാണിച്ചു കൊടുത്തോളാം. ഓക്കെ. അപ്പൊ അത് നമ്മൾ വെട്ടാൻ പോവാണല്ലേ? അതായത് നോമ്പിലെ നമ്മുടെ ഒരു പ്രത്യേക അല്ലെങ്കിൽ നോമ്പിലെ ഒരു സ്പെഷ്യൽ സാധനമാണ് കരിക്ക്. ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനം. കാരണം ഇതൊരു എന്താണ് ഹെൽത്തി ഡ്രിങ്കും കൂടിയാണ്. ആണാണ്. കരിക്കപ്പയും ഉന്മേഷം തരുന്ന എന്ന് പറയുന്നത് സിറു പറഞ്ഞപ്പോൾ ഒരു എനർജി ഡ്രിങ്ക് ആണ്. പണ്ടില്ലേ ഞാൻ സർജറി കഴിഞ്ഞിട്ട് ICUവിൽ കിടക്കുമായിരുന്നു ഗംഗാ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ പ്രൈവറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് കൊണ്ടുതരുന്നതിൽ ഒന്ന് കരിക്ക് കൊണ്ടുതരുമായിരുന്നു. പിന്നെ എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. കരിക്ക് കൊണ്ടുതരാറുണ്ടായിരുന്നു. തേങ്ങയാറ്റോ അതാ മോനെ അവിടെ ഉണ്ട് തുള്ളലെ. ഇന്നലെ ഉവ്വ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാണേ ഫിറു തുള്ളലേ വേണ്ടേ ഫിറുവിനൊക്കെ ഉണ്ട് കേറി ഇടിപ്പിക്കുക അങ്ങനെ എന്തോ പറഞ്ഞു. ഉവ്വ ഓൾറെഡി ആളെ വിളിച്ച് ഇടിപ്പിക്കാനല്ല അത് ചെത്താനായിരിക്കും അല്ല ഉവ്വ പറഞ്ഞ് ഇടിപ്പിക്കാന്. എന്നിട്ട് സർപ്രൈസ് ആയിട്ട് പറയുക ഓൾറെഡി ഇടിപ്പിച്ചിട്ടുണ്ടെന്ന്. അതായത് ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ആണ് ഇവിടെ തെങ്ങ് കയറാനൊക്കെ വരുന്നത്. അവര് വന്ന് ഇട്ടിട്ട് പോയതാണ്. അവിടെയും കുറച്ചുണ്ട് ഇവിടെയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിക്ക്. എൻ്റെ ഉമ്മച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് കരിക്ക്. ഞങ്ങൾ രണ്ടുപേരും കരിക്കുന്ന ആൾക്കാരാണ്. വെട്ടാൻ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം. കഴിഞ്ഞ നോമ്പിനൊക്കെ ആരാ വെട്ടത്? കഴിഞ്ഞ നോമ്പിന് ഇയാളുണ്ടായിരുന്നു ആദ്യം. ഉദ്ദേശിച്ചത് ഞാനുള്ള നോമ്പിന് ഞാൻ വെട്ടിയിട്ടുണ്ട്. അതിന് മുന്നേക്ക് ഞാൻ ഇവിടെ ഉണ്ട്. ഇതില് ഇളയ കരിക്കുണ്ട് മൂത്ത കരിക്കുണ്ട്. എനിക്ക് ഇളയത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാമറ ശെത്തിപ്പോയി എന്നെ ഉമ്മയിടൽ തോർത്തുമ്മച്ചിക്ക് കംഫർട്ടബിൾ ആണ് കേട്ടോ അത് കെട്ടുന്നേ. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും തട്ടിടണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ഓരോ ആൾക്കാർ ഓരോരോ കമൻ്റൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം വീടുകളിൽ എങ്ങനെയാണെന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. പരസ്യമാണ് ഗൈസ് ക്യാമറ എടുക്കുന്നത്. പരസ്യം ആകെ പെട്ടിരിക്കും. ഏതെടുക്കണം എന്തെടുക്കണം ആരെടുക്കണം. ഇത് വളരെ എക്സ്പെർട്ടായിട്ട് ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. തുളലേന്റെ വല്ല മെമ്മറി ഉണ്ടോ? നിങ്ങള് പണ്ടത്തെ കാലത്ത് ഇതെന്തോ സാധനം ഉണ്ടല്ലോ പണ്ട് ആൾക്കാര് തുളല മീൻസ് ഇവിടെ എന്തോ ഫുഡ് അവൈലബിൾ അല്ലാതിരിക്കുമ്പോ അന്ന് പറഞ്ഞെടുക്കോ? ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ് ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത് തേങ്ങയും അതേപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള എല്ലാ പലഹാരങ്ങളിലും തേങ്ങയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. അതായത് ഇപ്പം ഈ ഹൽവ ഉണ്ടാക്കുന്നതിലും ഇപ്പം സുർക്ക അതെല്ലാം തെങ്ങുമെന്ന് എടുക്കുന്ന സുർക്കയാണ്. ഇവര് കൂടുതലും ഇവിടെ ഉള്ളത് തെങ്ങായതുകൊണ്ട് ഇവർ കൂടുതലും ആശ്രയിക്കുന്നത് തെങ്ങിനെയായിരുന്നു പണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഞാൻ എന്തോ ഒരു കഥ ഫിറോ എനിക്ക് പറഞ്ഞു തന്നതായിട്ട്. അന്ന് ഫുഡൊക്കെ അവൈലബിൾ അല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ഇളനീ ചെത്തിയിട്ട് അങ്ങനെ കൊടുക്കുമായിരുന്നോ അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മയില്ല. അതായത് കുരിങ്ങ ചിരച്ച് കഴിക്കേണ്ടി ഞാൻ പണ്ട്. കുരിങ്ങ എന്ന് പറയുന്നത് ഈ കരിക്കിനേക്കാളും ഇളയത്. അതായത് അതിന്റെ ഫ്ലഷ് വരുന്നതിന് മുന്നുള്ള എന്താണ് ചിരട്ട വരെ ഒരു നൈസ് ചിരട്ടയാണ്. അത് നമ്മൾ ചിരകുന്നത് മനസ്സിലായോ? കുരിങ്ങയില് വെള്ളം കിട്ടും. അത് കഴിഞ്ഞിട്ട് ചിരട്ടയാണ് ചിരകുന്നത്. ചിരട്ട ഭയങ്കര എന്താ പറയാ സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ആ ചിരട്ട ചിരവി കഴിക്കുമായിരുന്നു.
ഉമ്മച്ചേക്കും എവിടെയാ തെറ്റത് ഓർമ്മയുണ്ടോ? താഴെ കഥ വന്ന് താഴെ പോയത് കണ്ടാണ് ചിരിച്ചോണ്ട് ഇങ്ങനെ പോകും. നൈസ്. രക്ഷപ്പെട്ട് ഇവിടെ കിണറിന്റെ കുഞ്ഞിക്കിണറിന്റെ ആഴമില്ലാത്ത കിണറാ. ഓൾറെഡി ഒരു പൂച്ചക്കുഞ്ഞ് വീണിരുന്നു അത്രേ. എന്നിട്ട് അവൻ തന്നെ കേറി വന്നല്ലേ വർഷ. ഫർസാനിക്കിനെ പറയാൻ പൂച്ചക്കഥയില്ല, വേറെ ഇല്ല. പൂച്ച, 2 പൂച്ചയെ പരിചയപ്പെടുത്തി കൊടു. ഇവിടെ ഇഷ്ടം പോലെ പൂച്ചകളായിരുന്നു. പക്ഷെ വരുന്നുണ്ട് ബാക്കിലൂടെ. ഇവളായിരുന്നു വീണ്. അല്ല മറ്റേ വൈറ്റിയാണല്ലേ. അപ്പം ഇവിടെ ഇഷ്ടം പോലെ പൂച്ചകളായിരുന്നു. ഇപ്പൊ ഞങ്ങൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞങ്ങളൊന്ന് പിടിച്ചേക്കുവാണ്. ഉപ പിടിച്ചേക്കും. ഇതായ പോലെ പറഞ്ഞു തീരുന്നതിന് ഇപ്പൊ കാണിച്ചെടുക്കണ്ട കേട്ടോ. ഹലോ ഹലോ, ഇതെന്റെ ദത്തുപുത്രിയാണ്. ഇത് ഞങ്ങൾ റോഡുമെന്ന് എടുത്ത് സായി റോഡുമെന്ന് എടുത്തോണ്ട് വന്നതാ. അന്ന് സായിക്ക് ചീത്ത കേട്ടെങ്കിലും അവളിപ്പോ ഇത്രയും പാട്ടില്ല, തുള്ളല ഇടല്ല തന്നി തുടല്ല. പിന്നെ ബാക്കി പറഞ്ഞിട്ട് ശബരിക്കടവ് ശബരിക്കടവ് ശുവമുരിക്കുമ്പി പാത്തുമ്മ താറ് കുടഞ്ഞത് മതി കണ്ടെങ്കരല്ലേ ആ വീഡിയോയിൽ ഇങ്ങനെ തന്നെയാ തുളല ചെറുങ്ങിക്കൊണ്ട് ഇങ്ങനെ പാത്തുമ്മനോട് പറയുന്ന കഥ. അതാടിക്കുള്ള വരുന്നുണ്ട്. മഞ്ഞ കോട്ട കത്തി പൊറുക്കാമ്പ പാത്തുമ്മ പോലെ ഫളത്തിന് പാലാലം പാത്തുമ്മ. പാലാലം ഇടല്ല കണ്ണി തൊടല്ല. ഇതിനോട് കുടുങ്ങി ഇതല്ലോ ഉണ്ടായാലോ. അതെ തെരയോട് നമ്മൾ പറയണം തെരേ വാന്ന് മൂസേ ബാല. ഇനിയിപ്പോ മൂസ ഒരാളാണോന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാവില്ല. ഇത് പണ്ടത്തെ ദ്വീപ് ഭാഷ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. കൊണ്ടുവരുന്നുണ്ട് കടുകം കടലിൽ പോയിട്ട് ചാടിയ 2 ഷുറാവുണ്ട്. മക്കളെ പറയുന്നത് അത് ഭയങ്കര ഒരു പട്ടിണിയുടെയും പഴയ ഒരു കാലത്തെ പട്ടിണിയുടെയും അതാണ് ഞാൻ പറഞ്ഞത്. ആ പാട്ടാണ്, ആ കഥയാണ് സുര എനിക്ക് പറഞ്ഞത്. അന്ന് ഈ കയറ് തിരിച്ചിട്ട് പണ്ടുള്ള ഒരു കയറ് കൊടുത്തിട്ട് 2 അണ ഇങ്ങനെ ഇങ്ങനെ എന്നെന്തോ പറയും. എന്നെന്തോ എന്നെന്തോ ചൊല്ലുണ്ടല്ലോ ഈ ഓരോ ബണ്ടിലിനെ. അതിന് ഇത്ര സേർ അരി, അങ്ങനെ അരി കിട്ടും. അപ്പൊ അത് വളരെ കുറച്ച് അരിയേ കിട്ടുള്ളൂ അന്നത്തെ കാലത്ത്. കാരണം ഒരുപാടുണ്ടെങ്കിലും ഇതിന് വെയിറ്റ് കുറവാണ്. അപ്പൊ വെയിറ്റ് അനുസരിച്ചാണ് അരി കിട്ടുന്നത്. കയറിന് ഭയങ്കര വെയിറ്റ് കുറവല്ലേ. ആ വീഡിയോ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. എത്രയായി? 11 തുള്ളലാണ് വേണ്ടത്. 11 ആയില്ലല്ലോ. എത്ര ആയി? 10 കൈ പിടിച്ചാണ് ഇത് കൂട്ടത്തില്ല. ഇത് എന്റെ
ഫ്രൂട്ട്സ് പച്ചക്കറി ഓ ഇങ്ങ മുങ്ങി ഗൈസ് ഇങ്ങ പോയി അങ്ങനെ അവസാനത്തെ അതിന്റെ ഇടയിൽ ക്യാമറ അവസാനത്തെ ചുള്ളലെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കേ 200 ആപ്പിൾക്ക് 230. ആപ്പിളിന് വിലയില്ലേ പിന്നെ അവിടെ 160 ഉള്ളൂ. ഇവിടെ ഇവിടെ ഇരട്ടി വരുമ്പോ ഉണ്ടാവില്ലേ 230. കേട്ടല്ലോ ഗൈസ്, ലക്ഷദ്വീപിന്റെ വില കൂടുതലാണ്. കാരണം അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൂടെ ഇത് വെറുതെ കിട്ടും, അതേപോലെ മീന് വെറുതെ കിട്ടും. അപ്പോ കഴിഞ്ഞു ഗേസ്. ലാസ്റ്റ് വൺ ഗൈസ്. എന്തേലും പറയൂ, അതിന്റെ പേയാണോ? ലാസ്റ്റ് കൊണ്ട് കയ്യിൽ നിൽക്കുന്നില്ല ഗൈസ്. കഴിഞ്ഞു പുറത്തോ കൊണ്ടോ മലയാളത്തിലുവാ ജൈവവളം എന്നല്ലേ മലയാളം? ബാക്കിയുള്ള മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. മലയാളത്തിൽ പറയും. പിന്നെ കോഴിയെ തീറ്റ, കോഴി കാഷ്ടം, തീറ്റ കാട്ടം, പശുവിൻ്റെ ചാണകം, പിന്നെ ബണ്ണൂറ്, വെണ്ണീര് പിന്നെ ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഗ്രോ ബാഗില്. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മുടെ ഫുഡിന്റെ വേസ്റ്റില് ഇതിന്റെ എല്ലാം തോടുകള്, കമ്പോസ്റ്റ്, പഴത്തല്, മുട്ടയുടെ എല്ലാം കമ്പോസ്റ്റ് ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ പച്ചക്കറിക്ക് വളമായിട്ട് ഇടുന്നത്. വളരെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതേ ഇടുന്നുള്ളൂ. നമ്മൾ വേറെ പുറത്തുനിന്ന് കീടനാശിനികളൊന്നും വാങ്ങുകയില്ല, വളവും വാങ്ങുന്നില്ല. ഇത് എവിടുന്ന് കൊണ്ടുവന്ന ബീഫാ? കൊച്ചി ഗൈസ്. ഇപ്പൊ ഇവിടെ ബീഫിനെ അവരെന്താ അറക്കുന്നില്ല. ഇന്ന് ഷിപ്പ് വന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണല്ലേ. 2 പാക്കറ്റ് 4 കിലോ മറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഫ്രീസ്ഡ് ആണ്. ഇനി നമ്മളന്ന് ബീഫ് കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാൻ പോവാണ്. ഓക്കേ ഗൈസ്, പണ്ടൊക്കെ ഇവിടെ നിറച്ചും ബീഫ് അവൈലബിൾ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ തക്കാരത്തിന് പോകുമ്പോൾ ബീഫായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് ബീഫ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ പശുവിനെ കൊണ്ടുവരുന്നതിന് എന്തൊക്കെയോ റൂള് കൊണ്ടുവന്നു. പോത്തൊക്കെ കൊണ്ടുവരുന്നതിൽ ആദ്യം മഞ്ചൂലായിരുന്നു കൊണ്ടുവരാറുള്ളത്. ഇപ്പം അത്രയും ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ അറക്കുന്നതിന് മുന്നേ കൊണ്ടുവരുന്നതിന് എന്തൊക്കെയോ റൂളൊക്കെ ഇപ്പം ഇവിടെയുള്ള ആൾക്കാർ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ടാണ്, മീൻസ് ഇവിടെയല്ല, ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അവർ കൊണ്ടുവന്ന്. അപ്പം അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഷിപ്പ് വരുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ബീഫൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ചിക്കൻ വളർത്തിയിട്ടാണ് ഇവിടെ. ഓക്കെ, അപ്പം അത് പറയാനാണ്. ഇതിൻ്റെ കറക്റ്റ് റൂൾ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് എനിക്ക് പമ്പയും ഇന്ത്യയൊക്കെ പറഞ്ഞു തന്നത്. ലക്ഷദ്വീപിലിപ്പം ഇലക്ഷൻ്റെ ഓരോരോ പ്രചാരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഇവിടുത്തെ അഡ്വക്കേറ്റ് ഹംദുള്ള സെയ്ദ്. അപ്പം അവർ നമ്മളെ കണ്ടിട്ട് സംസാരിക്കാനും ഒക്കെ വന്നിട്ടുണ്ടായി. ഉപതെ ഓടിപ്പോയി കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അജാടിയോ